നീട്ടിവളർത്തിയ മുടിയും വൃത്തിഹീനമായ വസ്ത്രവും ധരിച്ച് തെരുവിലൂടെ അലഞ്ഞ യുവാവിനെ ബലപ്രയോഗത്തിലൂടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ആദ്യം കുളിപ്പിച്ചു. ശേഷം തലമുടി വൃത്തിയായി മുറിച്ചു നൽകി. വൃത്തിയാക്കിയ ശേഷം യുവാവിന് വേണ്ട വസ്ത്രവും ഭക്ഷണവും നൽകി. മലപ്പുറം താന്നൂർ ഭാഗത്തുനിന്ന് ദിവസവും രാവിലെ കടലുണ്ടി കൊട്ടക്കടവ് വരെ പോയി തിരിച്ചും പതിവായി നടന്ന് യാത്ര ചെയ്യുന്ന മാനസിക പ്രശ്നമുള്ള യുവാവിനെയാണ് പരപ്പനങ്ങാടി നഹാസ് ഹോസ്പിറ്റലിൻ്റെ കീഴിൽ അധികൃതരുടെ അനുമതിയോടെ ഏറ്റെടുത്തു മുടിവെട്ടി കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് ഭക്ഷണവും കൊടുത്തു പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തിയത്. യുവാവിൻ്റെ പേരും സ്ഥലവും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇയാളുടെ കാലിലെ 2 വിരലുകൾ അപകടത്തിലോ മറ്റോ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. നഹാസ് ഹോസ്പിറ്റൽ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം യുവാവിനെ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ആദ്യം യുവാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും കുതറി മാറാൻ ശ്രമിക്കുകയായിരുന്നു. തുടക്കത്തിൽ ചെറിയ ബലപ്രയോഗത്തിലൂടെയാണ് യുവാവിനെ വാഹനത്തിൽ കൊണ്ടുപോയത്. ശേഷം സംയമനത്തോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചതോടെ മുടിവെട്ടാനും കുളിപ്പിക്കാനും അനുസരണയുള്ള കുട്ടിയെപ്പോലെ യുവാവ് നിന്നുകൊടുത്തു. ഹോസ്പിറ്റൽ HR മാനേജർ CP സഖറിയ, ഷബീർ, ഫാസിൽ, സൈനുൽ ആബിദ, സൽമാൻ, മുഹമ്മദ് ഖൈസ്, ഉമർ, അജു, നാസിൽ, അമീർ, ട്രോമ കെയർ വോളണ്ടിയർമാരായ റഫീഖ് മേലെവീട്ടിൽ, നൌഷാദ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.